കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തി ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്തുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസലോ. ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു എന്നുള്ളതാണ്. അല്ലേലിയ. പ്രാരംഭത്തിൽ ഞാൻ ദൂത് പറയാം, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സകല ജനങ്ങളും തങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് നോഹ ഒരു പെട്ടകം പണിതതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിച്ചില്ലെങ്കിൽ അല്ലേലിയ ജീവിതത്തിന്റെ അവസാനം വളരെ ദുഃഖിക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും, കണ്ണുനീരായിരിക്കും. എന്നാൽ വിശ്വാസത്താൽ നോഹ പെട്ടകം തീർത്ത് നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നെങ്കിൽ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവുള്ളവരായി തീരുവാൻ കഴിയും. രക്തജയം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചത് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്നുള്ളതാണ്. അപ്പൊ ഭക്തനായ നോഹ ചെയ്ത അല്ലെങ്കിൽ നോഹ പണിത ആ വലിയ പെട്ടകം ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ക്രിസ്തു മുഖാന്തരം വരുന്ന രക്ഷയുടെ മുന്നൊരുക്കമായിരുന്നു എന്ന് തിരുവെഴുത്തിലുടനീളം നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമത്തിലും ശരി പുതിയ നിയമത്തിലും ശരി നോഹയുടെ പേര് പ്രശസ്തി ആർജിച്ചു നൽകിയാണ്. പഴയ നിയമത്തിൽ നോഹയുടെ പേരിന് യാതൊരു കോട്ടവും തട്ടാതെ നോഹയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലും അതിശക്തമായിട്ട് നോഹയെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും പറയുന്നു. എബ്രായ ലേഖന കർത്താവ് പൗലോസ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് നമുക്ക് നൽകുമ്പോൾ ഓർത്തോണം, ദൈവം നോഹയും കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം കരുതി, അവർക്ക് എത്രമാത്രം ആ ന്യായവിധിയിൽ നിന്ന് അവരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് നമുക്ക് തരുന്നത്. രക്തം ചെയ്യും. അപ്പം നോഹ എപ്പോഴും വേദപുസ്തകത്തിൽ പ്രശസ്തി ആർജിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലേലിയ. അപ്പൊ നോഹയുടെ മക്കളെ കുറിച്ചും അല്ലേലിയ ആമീൻ ശരി നോഹയുടെ അല്ലേലിയ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും അവന്റെ പേരക്കിടാങ്ങളെ കുറിച്ചും വംശാവലിയെ കുറിച്ചും ധാരാളമായി നാം വേദപുസ്തകം വായിക്കുന്നു. കർത്താവിന് വേണ്ടി ഒരു മനുഷ്യൻ നിന്നതാ. നോഹയെക്കുറിച്ച്, അവന്റെ മക്കളെക്കുറിച്ച്, അവന്റെ പേരക്കിടാങ്ങളെക്കുറിച്ച്, അവന്റെ വംശാവലിയെക്കുറിച്ച് പോലും വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പം എന്നാൽ നോഹയുടെ ഭാര്യയുടെ നാമം വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല. നോഹയുടെ ഭാര്യയുടെ പേര് അങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നിരുന്നാലും നോഹയും കുടുംബത്തെ മാനിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കാൻ ശക്തനാണ്. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിപ്പാൻ ഏക ആശ്രയം കർത്താവായ യേശുക്രിസ്തുവാണ്. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നോഹയ്ക്ക് ദൈവം പെട്ടകമാണ് യാത്ര കൊടുത്തെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തുവാകുന്ന ആ രക്ഷയിലേക്ക് കടന്നു വരുന്ന സകല വ്യക്തികൾക്കും ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി അവർക്ക് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാബേലിന്റെ ആട്ടിൻകുട്ടി ക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ ഒരു നിഴലായി നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നോഹയുടെ പെട്ടകം ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന രക്ഷാസങ്കേതത്തിന്റെ അല്ലേലൂയ ഒരു നിഴലായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയുന്നത്. അല്ലേലൂയ. മാത്രമല്ല ജലപ്രളയത്തെ തുടർന്ന് ഉണ്ടായ അല്ലേലൂയ ജലപ്രളയം മുഖാന്തരം ഉണ്ടായ ന്യായവിധിയിൽ നിന്ന് അല്ലേലൂയ സ്തോത്രം അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നോഹയ്ക്ക് ആ പെട്ടകം പണിയുവാനുള്ള മാതൃകയും പെട്ടകം പണിയാനുള്ള ആ കൽപ്പനയും കൊടുത്തെന്ന് പറയുന്നത്. പ്രേക്ഷക, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവ്, ഈ ഭൂമി നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം വെറുതെ വ്യർത്ഥമാക്കി കളയാതെ, അർത്ഥശൂന്യമാക്കി കളയാതെ, നമ്മുടെ ജീവിതം പാഴാക്കി കളയാതെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്ന ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി
നാം ഈ ലോകമോഹങ്ങളെ വെടിഞ്ഞ് ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ഹല്ലേലൂയ, ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനുള്ള എബ്രായ ലേഖനം 11:7 അതുവരെ കാണാത്തവയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് മഴയും അല്ലെങ്കിൽ ജലപ്രളയമാണെന്നും പെട്ടകമാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. അതുവരെ കാണാത്തവയെ കുറിച്ച് പറയുന്നത് പ്രളയമാണ്, മഴയാണ്, പെട്ടകമാണെന്ന് രണ്ട് അഭിപ്രായം നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മഴ പെയ്യുമെന്നും ജലപ്രളയം ഉണ്ടാകുമെന്നും ദൈവം അരുളിച്ചത് നോഹ വിശ്വസിച്ചു. മഴ പെയ്യും, ജലപ്രളയം ഉണ്ടാകും, ഭൂമിയെ ന്യായം വിധിക്കും എന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ നോഹ അതേപടി വിശ്വസിച്ചു. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, ദൈവവചനം നമ്മോട് എന്ത് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ പരാജിതരാണ്. എന്നാൽ ദൈവവചനം വിശ്വസിച്ച് അതിലൂടെ യാത്ര ചെയ്യുന്നവൻ ഈ ലോകത്തിന്റെ ഒരു അന്ധകാരത്തെയും ഭയപ്പെടത്തില്ല. വരാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭാരപ്പെട്ടു പോകുന്നില്ല. കാരണം അവർ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ, ക്രിസ്തുവാകുന്ന ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് ഈ ലോകത്തെ ഭയപ്പെടേണ്ടതില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് വചനം വായിക്കുന്നത് കാണുന്നത് സോദരൻ, അവന്റെ വിശ്വാസത്തിന്റെ തീവ്രതയാണ് ആ പെട്ടകം പണിയോടുകൂടി വ്യക്തമാക്കുന്നത്. ആരുടെ? നോഹയുടെ വിശ്വാസത്തിന്റെ തീവ്രത. എന്നെ കേൾക്കുന്ന മാതാവേ, ശ്രോതാവേ, പിതാവേ, ഇന്ന് പകൽ വിശ്വാസത്തിന്റെ തീവ്രത നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നീ അടങ്ങിയിരിക്കരുത്. നോഹയെ പോലെ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് നീ ദൈവത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്റെ കുടുംബം അകപ്പെടാതെ വണ്ണം ദൈവത്തിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ജീവിതത്തിൽ വളരെ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഒരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുമ്പോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. കടക്കാർ ഇപ്പോൾ തന്നെ വീട്ടിൽ വരും. വൈകിട്ടാണ് കടക്കാർ വീട്ടിൽ വരും. അവർ വീട്ടിൽ വന്ന് അസഭ്യം പറഞ്ഞ് പോകുകയാണ് പതിവ്. പാസ്റ്റർ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട്ടിൽ വന്ന് അസഭ്യം പറയുന്ന വ്യക്തി ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അദ്ദേഹം വളരെ സൗമ്യനായി സംസാരിച്ച് പോകത്തക്ക നിലയിൽ ദൈവം അദ്ദേഹത്തോട് ഇടപെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. അവർ വിശ്വാസികളൊന്നും അല്ലെങ്കിലും അവർ ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉടൻ മകൻ വന്നു. മകനെയും വിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ വെള്ളിയാഴ്ച അങ്ങോട്ട് വരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പോരെ, ഞാനിവിടെ ഉണ്ടാകും. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ആ കടം കൊടുക്കാനുള്ള വ്യക്തികൾ വീട്ടിൽ വന്നു. അവരൊരു കാര്യവും പറഞ്ഞില്ല. സ്നേഹത്തോടു കൂടി സംസാരിച്ച് തരാനുള്ള പൈസ നിങ്ങൾ കുറച്ച് തന്നു തീർക്കണം. അവർക്കത് വലിയ സന്തോഷമായി. ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന ആ കുടുംബം കടം എങ്ങനെ തീർക്കും, കടക്കാർ വീട്ടിൽ വന്ന് അസഭ്യം പറയുന്ന എങ്ങനെ അതിനെ പ്രതികരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയപ്പോൾ അവരുടെ വിശ്വാസം അവർ ദൈവത്തിൽ ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വചനങ്ങൾ അവർ വിശ്വസിച്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ചെവി കൊടുത്തപ്പോൾ, ഹൃദയം കൊടുത്തപ്പോൾ അസഭ്യം പറയാൻ വരുന്ന വ്യക്തികൾ അവരുടെ നാവിന്റെ ദൈവം ഇടപെട്ട് സൗമ്യതയുടെ ഭാഷയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. നാളെ വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വരും. ഞാൻ അവരുടെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഒരു കുടുംബം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ എത്ര കുടുംബങ്ങൾ. അതുകൊണ്ട് നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്തതുപോലെ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രയത്നിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ നിൽക്കണം. ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ നോഹയ്ക്കും പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് ഹാനോക്കിനും പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പക്ഷേ ഹാനോക്കും അല്ലെങ്കിൽ നോഹയൊക്കെ ആ കാലഘട്ടത്തിൽ ഈ വചനം പറഞ്ഞിട്ടില്ല. യോശുവയുടെ കാലഘട്ടമല്ല. പക്ഷേ ആ ഹാനോക്കിന്റെയും നോഹയുടെയും കാലഘട്ടത്തെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ യോശുവ പറഞ്ഞ വചനം എത്രമാത്രം അനുഗ്രഹമാണ്. ആ വചനം ഞാനും നിങ്ങൾ ഏറ്റെടുത്താൽ നമുക്കും പറയുവാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതേ സ്നേഹിത, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരെ സേവിക്കാനാണ്?
യേശുവിനെ അല്ലാതെ ആരെ നമ്മൾ മാതൃകയാക്കാൻ, ആരെ നമ്മൾ പിന്തുടരാനാ? എൻ്റെ യശോദം. അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ വൻ കാര്യങ്ങളെ, നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ, നിന്റെ പ്രവർത്തന മേഖലയിൽ, നിന്റെ ജോലിയിൽ, നീ ആയിരിക്കുന്ന സങ്കടങ്ങളിൽ, കണ്ണുനീരിൽ, നിനക്ക് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിന്റെ കുടുംബത്തെ ദൈവം വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹയെപ്പോലെ ദൈവത്തിന്റെ അരുളപ്പാട് നീ സ്വീകരിക്കുന്നെങ്കിൽ, വിശ്വാസത്താൽ നീ ഏറ്റെടുക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ഇതുപോലെ അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന്റെ വാക്കുകൾ നോഹ മുഖവിലക്കെടുത്തു, മറ്റുള്ള പരിഹാസം അവനെ ചഞ്ചലപ്പെടുത്തിയില്ല. അപ്പൊ നോഹ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തു. ഞാൻ എന്റെ ചരിത്രഭാഗം കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ലോകജനം ആ സമയത്ത്, അല്ലെങ്കിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനം നോഹ ഈ പടുകൂറ്റൻ പെട്ടകം പണിയുന്നത് കണ്ടിട്ട്, അപ്പോൾ തന്നെ നോഹ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ജനമെല്ലാം നോഹയെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തി കാണും. ഇവൻ എന്താണ് ചെയ്യുന്നത്? ഇവൻ എന്താണ് ഈ പണിയുന്നത്? ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഇവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപക്ഷെ നോഹയെ ഒരുപാട് അധിക്ഷേപിച്ചു കാണും. ഹല്ലേലൂയ. പക്ഷെ അതിനകത്തൊന്ന് നോഹ ചഞ്ചലപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താനും തന്റെ കുടുംബവും ചേർന്ന് പെട്ടകം പണിയുക. ഹല്ലേലൂയ. അതേ സ്നേഹിത, ഈ നാളുകളിൽ നീ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ചുറ്റും നിൽക്കുന്ന അനവധി ആളുകൾ വിശ്വാസത്തിൽ നീ വന്നതുകൊണ്ട്, വിശുദ്ധ തിരുവെഴുത്തി കറുത്ത വേദപുസ്തകം നീ എടുത്തതുകൊണ്ട്, ആത്മരക്ഷ നീ പ്രാപിച്ചതുകൊണ്ട്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, സുവിശേഷം വിളിച്ചു പറയുന്നത് കൊണ്ട്, അനവധി ആളുകൾ നോഹയ്ക്ക് നേരെ തിരിഞ്ഞതുപോലെ നിനക്ക് നേരെ തിരിഞ്ഞ് നിന്നെ അസഹ്യമാക്കുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്റെ മനസ്സിനെ തളർത്തുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന അനവധി വാക്കുകൾ നിനക്ക് നേരെ കടന്നു വന്നാലും, ഹല്ലേലൂയ, അതൊന്നും കണ്ട് നീ പതറിപ്പോകണ്ട. നോഹയെ പോലെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിന്ന് നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ദൈവത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ദൈവമക്കൾക്ക് ആ ജീവിതത്തിൽ എല്ലാ സമയത്തും വിജയം കേട്ടോ. തകർച്ചകളും ക്ഷീണങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് ആശ്രയിപ്പാനൊരിടമുണ്ട്, നമുക്ക് പ്രത്യാശിക്കുവാനൊരിടമുണ്ട്. നമ്മുടെ രക്ഷകനെ നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ, രക്ഷകനിലൂടെ സന്തോഷം തിരിച്ചറിയുവാൻ, ആത്മരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നേരെ മറിച്ച് നോഹയുടെ ഹൃദയം ഭയഭക്തി കൊണ്ട് നിറയുകയായിരുന്നു. ജനമെല്ലാം നോഹയെ അസഹ്യമാക്കി നോഹയ്ക്കെതിരെ കമന്റ് പറയുമ്പോൾ നോഹയുടെ ഹൃദയം ഭയഭക്തി കൊണ്ട് നിറയപ്പെട്ടു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുവാൻ വീണ്ടും വീണ്ടും നോഹ കാതോർത്തു കൊടുത്തു. പെട്ടകം ഓരോ ദിവസം പണിയും തോറും പണിയുള്ള ദൈവികമായ ജ്ഞാനത്തെ ദൈവം നോഹയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. മറ്റു മനുഷ്യരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, അവരോട് മറുപടി പറയാതെ, തന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനം വരാൻ പോകുന്ന ആയുധത്തെക്കുറിച്ച് ശക്തമായിട്ട് വിളിച്ചു പറയുമ്പോൾ തന്നെ തന്റെ ഉള്ളിൽ ഭയഭക്തി കൊണ്ട് യാതൊന്നിനും ചെവി കൊടുക്കാതെ പെട്ടകത്തിന്റെ പണി ദ്രുതഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ഈ നാളുകളിൽ നമ്മൾ കർത്താവിന്റെ വേല വളരെ ദ്രുതഗതി ചെയ്യണം കേട്ടോ. അലസരായിരിക്കുവാനുള്ള സമയമല്ല, മടി പിടിച്ചിരിക്കുവാനുള്ള സമയമല്ല, ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള സമയം. ഒരു അന്തികമാല അഭിഷേകം, ഒരു അന്തികമാല ശുശ്രൂഷ ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ഒരാൾ നിങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നോഹയുടെ സ്ഥാനത്ത് നിങ്ങളെ ഒരാളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അങ്ങനെ നിങ്ങളെ ദൈവം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് ആത്മാവിൽ സന്തോഷിപ്പാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞത് നോഹ ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൈകൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് നോഹ ചെവി കൊണ്ട് കേട്ടു. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, കൈകൾ കൊണ്ടത് പ്രായോഗികമാക്കി. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്ത് ജീവിതത്തിൽ അത് പ്രായോഗികമായി കൊണ്ടുവരണം. ഹല്ലേലൂയ. നോഹയെ പോലെ നോഹ ചെവി കൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, കൈകൾ കൊണ്ട് പ്രായോഗികമാക്കിയതുപോലെ
പുതിയ നിയമത്തിൽ എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയും. ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുക. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്ത തിരുവെഴുത്ത് റോമാലേഖനം 10:9. നിന്റെ ഹൃദയത്തിനകത്ത് ആ വചനം ഏറ്റെടുത്തുകൊണ്ട് നീ മുന്നോട്ട് പോകുന്ന വിശ്വാസത്തിന്റെ തീവ്രതയിൽ നോഹ ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ച് ദൈവത്തിന് ഭയഭക്തി കൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്നതുപോലെ നീ നിന്റെ കുടുംബം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. പ്രൈസലോ. ജീവിതം ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്കവിടെ ലഭ്യമല്ല. ലഭിച്ച ജീവിതം വിലപ്പെട്ടതാണ്. ആ ജീവിതത്തെ നമ്മൾ താറുമാറാക്കി കളയരുത്. ലഭിച്ച ജീവിതം ഈ ലോകത്തിന്റെ വെറുപ്പുത്തുകൾക്കും മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, ജഡത്തെ തകർത്ത് കളയാതെ സാത്താന്റെ പണിപ്പുരയിൽ ഒരു ആയുധമായി ഞാൻ നിങ്ങൾ മാറാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. ഇന്ന് പലരും സാത്താന്റെ പണിപ്പുരയിലെ ആയുധങ്ങളാണ്. നോഹ പെട്ടകം പണിയുമ്പോൾ നോഹയെ അസഹ്യമാക്കുന്ന നോഹയെ നിരാശനാക്കാൻ ശ്രമിച്ചുകൊണ്ട് ജനമെല്ലാം എന്തായിരുന്നു? സാത്താന്റെ പണിപ്പുരയിലെ ആയുധങ്ങളായിരുന്നു. അവർക്ക് ന്യായവിധി വന്നപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ജലപ്രളയമാകുന്ന ന്യായവിധിയെ സകല ജനങ്ങളും തകർന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട നോഹയും കുടുംബവും എന്ത് ചെയ്തു? പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അത് ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ കേട്ടോ. മനുഷ്യർക്കോ ഈ ഭൂമിയിലെ അധികാരങ്ങൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ മതങ്ങൾക്കോ മതമേലാളന്മാർക്കോ ഇവിടുത്തെ പണ്ഡിതന്മാർക്കോ പാമരന്മാർക്കോ വാഗ്മികൾക്കോ ഇവിടുത്തെ സയന്റിസ്റ്റുകൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ആർക്കും മനുഷ്യന് രക്ഷ തരാൻ കഴിയില്ല. അതൊരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതല്ല, കമ്പോളങ്ങളിൽ കിട്ടുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 വായിക്കുമ്പോൾ പത്രോസ് ആദിയായ വിശുദ്ധന്മാർ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ മനുഷ്യനിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതേ ശ്രോതാവേ, രക്ഷയ്ക്ക് യേശു മാത്രം ആധാരം. രക്ഷയുടെ അടിസ്ഥാനം യേശു മാത്രം. മറ്റൊരിടത്തും നീ രക്ഷ കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ ദൈവത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന, ന്യായവിധിയിൽ കിടന്ന സാത്താന്റെ പണിപ്പുരയിൽ ഒരു ആയുധമായി സാത്താൻ എന്നെ കഴിഞ്ഞ 36 വർഷം അവൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ 36ാമത്തെ വയസ്സിൽ കർത്താവാൻ യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞപ്പോൾ, യേശുവിനെ രക്ഷകനെ സ്വീകരിച്ചപ്പോൾ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തപ്പോൾ, ആത്മരക്ഷ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ സാത്താന്റെ പണിപ്പുരയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിന്റെ മകനായി മാറി. ആ സന്തോഷമാണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തളർന്നു പോകത്തില്ല. മടുപ്പുണ്ടാകത്തില്ല, നിരാശനായി പോകത്തില്ല, ജനമെന്തെല്ലാം പറഞ്ഞ് ചഞ്ചലപ്പെട്ടു പോകത്തില്ല. വിശ്വാസത്തിന്റെ തീവ്രതയിൽ ദൈവത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് അന്ത്യത്തോളം മരണം വരെ രക്തം ചെയ്യും. പ്രേക്ഷകർ അത് സ്വഭാവം ഏതെങ്കിലും മാതാപിതാവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കരുത്. നീ ഇവിടുത്തെ ആത്മീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കണം. ആത്മാവിൽ നിറയപ്പെട്ട ആത്മീയ സന്തോഷത്തിൽ, രക്ഷയുടെ അനുഭവത്തിൽ, പ്രത്യാശയുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി നിന്റെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ നിനക്ക് ഈ ഭൂമിയിൽ വേണ്ടുന്ന സകല ഭൗതികമായ നന്മകളും കർത്താവ് തന്നുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് മാത്രം നാം പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം. രക്തം ചെയ്യണം. രോഗസുഖങ്ങളെ മുഴുവൻ നമ്മൾ വെട്ടിയണം. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന് വചനം വായിക്കും കാണുന്നത്, ഹല്ലേലൂയ, നോഹ പെട്ടകം പണിയുമായി മുമ്പോട്ട് പോയി. നോഹ നീതിപ്രസംഗിയായതിനാൽ, നോഹ ഒരു നീതിപ്രസംഗിയായിരുന്നു എന്ന് 2 പത്രോസ് ലേഖനം 2 അല്ലെങ്കിൽ സ്തോത്രം 5 വായിക്കുന്നുണ്ട്. അപ്പൊ നോഹ ഒരു നീതിപ്രസംഗി ആയതുകൊണ്ട് അവന്റെ അധരങ്ങളും അടങ്ങിയിരുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നീതിപ്രസംഗിയായ നോഹയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഈ കാലഘട്ടത്തിൽ നീതിപ്രസംഗിയായി ദൈവം തെരഞ്ഞെടുത്ത നോഹയ്ക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ അവരുടെ അത്തരങ്ങൾ അടക്കി വെക്കാതെ പെരുവഴി ഓരത്തും ടൗണുകളിലും ഗ്രാമാന്തരങ്ങളിലും ഒക്കെ കടന്നുപോയി സുവിശേഷം വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മനുഷ്യൻ ആത്മരക്ഷ പ്രാപിപ്പാൻ യേശുക്രിസ്തു മാത്രമാണ് ഏക ആശ്രയമെന്ന് ജനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
അതെ, നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് നീ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനുള്ള ന്യായവിധി മാറിപ്പോകും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെ പലരുടെയും കുടുംബം സാത്താന്റെ പണിപ്പുരയാ. നിങ്ങളിൽ പലരുടെയും കുടുംബ സാത്താന്റെ പണിപ്പുര ആയതുകൊണ്ടാണല്ലോ കുടുംബത്തിനകത്ത് കലഹം, കണ്ണുനീര്, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അടിയും ബഹളവും, കത്തിക്കൂത്തും, രക്തച്ചൊരിച്ചിലും, മദ്യവും, മയക്കുമരുന്നും, നിന്നുവേണ്ട സകല അശുദ്ധമായ അശ്ലീലമായ ഇതെല്ലാം നിന്റെ കുടുംബത്തിൽ നടക്കുന്നത് എന്നതാണ്. ഭാര്യ ഭർത്താവിന്റെ ഭർത്താവ്, ഭാര്യ, മക്കൾ, അപ്പനമ്മമാരെ എല്ലാം വഞ്ചിച്ച് പരസ്പരം ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബം സാത്താന്റെ പണിപ്പുരയായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കുടുംബം സാത്താന്റെ പണിപ്പുരയായി മാറാതെ നിന്റെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. നോഹയുടെ കുടുംബവും ആത്മരക്ഷ പ്രാപിച്ചതുപോലെ വീണ്ടും ദൈവത്തിന് വചനം പറയുന്നത്, ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളണമെന്ന് അവൻ നാട് നീളെ ദീർഘകാലം പ്രസംഗിച്ചുവെങ്കിലും ഹല്ലേലൂയ, വീട്ടുകാരല്ലാതെ ആരും അതനുസരിച്ചില്ല. നോഹയോട് കർത്താവ് പറഞ്ഞു, ജലപ്രളയം വരും, മഴ പെയ്യും, ഹല്ലേലൂയ, നീ അത് പ്രസംഗിക്കണം. നോഹ എന്ത് ചെയ്തു? 120 വർഷമാണ് അങ്ങോട്ട് പ്രസംഗിച്ചത്. പക്ഷെ 120 വർഷം നീതിപ്രസംഗിയായി നോഹ പ്രസംഗിച്ചിട്ട് അത് കേൾക്കാൻ കഴിയാതെ പോയ ജനം പിന്നത്തെ പ്രളയത്തിലകപ്പെട്ടു. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, എന്നാൽ നോഹയുടെ ഭാര്യ അവൾ നീതിമാനായ നോഹയോട് ചേർന്ന് ഒരു മനസ്സായി ജീവിച്ചു. ഈ നോഹയുടെ ഭാര്യ നോഹയോട് ചേർന്ന് ഒരു മനസ്സായിട്ട് ജീവിച്ചു. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ വിധത്തിലും സഹായമായിരുന്നു എന്ന് പറഞ്ഞ കർത്താവിന് അവൾ എല്ലാ വിധത്തിലും, അപ്പോൾ തന്നെ അവളുടെ ഭർത്താവിന് അവൾ എല്ലാ വിധത്തിലും സഹായമായിരുന്നു. അവൾ ഇയ്യോബിന്റെ ഭാര്യയെ പോലെ ദൈവത്തെ ത്യജിച്ച്, ദൈവത്തെ ദുഷിച്ച് ആമൻ ജീവൻ വെടിക എന്ന് ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞതുപോലെ പറയാതെ നോഹയുടെ ഭാര്യ നോഹയോട് ചേർന്ന് തന്നു. ഭക്തനായ ഇയ്യോബിന് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ആടുമാട്, കന്നുകാലികൾ, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, സർവ്വസമ്പത്ത് നഷ്ടപ്പെട്ടു. ഇയ്യോബിന്റെ ജീവിതത്തിൽ വ്രണം കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, നീ ഇനി ദൈവഭക്തി മുറുകെ പിടിച്ചുകൊള്ളാതെ നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിക്കിനി, എനിക്ക് നിന്നെ ഭർത്താവായിട്ട് വേണ്ട. ഹല്ലേലൂയ. അതുപോലെ നോഹയുടെ ഭാര്യ പറയാതെ ദൈവത്തിന് അള്ളപ്പാട് ലഭിച്ച നോഹയോട് ചേർന്ന് ആ പെട്ടകത്തിന്റെ പണിയിൽ അവളും വ്യാപൃതയായി മാറി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവകൽപ്പനയോട് നാം മറുതലിച്ചു നിൽക്കാതെ പെട്ടകത്തിന്റെ പണിയിൽ നാം എല്ലാവരും ശക്തമായി മാറണം. എല്ലാ വിധത്തിലും നോഹയുടെ ഭാര്യ നോഹയോട് ചേർന്ന് സഹകരിച്ചു. എല്ലാ നിലയിലും പെട്ടകത്തിന്റെ പണി തുടങ്ങിയ കാലം തൊട്ട് നോഹയുടെ പ്രസംഗം മുഴുവൻ നടക്കുമ്പോഴും നോഹയോട് ചേർന്ന സ്തോത്രം നോഹയുടെ ഭാര്യ പ്രവർത്തിച്ചു. അതാണ് ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വം. ഒരു ദൈവ കുടുംബത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിന്റെ വേല ചെയ്യുന്ന സുവിശേഷകൻ എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി നോഹയുടെ ഭാര്യയെ പോലെ ദൈവത്തിന്റെ അറപ്പാട് ലഭിച്ച ആ ദൈവദാസനോടൊപ്പം ചേർന്ന് മരണം വേർതിരിക്കുന്നിടം വരെ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നോഹ പെട്ടകം തീർത്ത പോലെ നാം ദൈവനാമത്തിന് പ്രയോജനപ്പെടണം. ഈ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടഭിപ്രായം പാടില്ല. ഭർത്താവ് പറയുന്നത് കേട്ട് ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിനെ കീഴ്പ്പെട്ടിരുന്ന, അപ്പോൾ തന്നെ ഭാര്യ ഭർത്താവ് ബഹുമാനിച്ച്, ഭർത്താവിനെ ഭാര്യ ബഹുമാനിച്ച് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ ഒരു കുടുംബം പണിതെടുക്കാൻ കഴിയും. രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കുടുംബം. നോഹയുടെ ഭാര്യയും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ പെട്ടകത്തിന്റെ പണി തകൃതിയായിട്ട് നടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, നോഹയുടെ ഭാര്യ ഒന്നായിട്ട് ചേർന്ന് നിന്നു. രണ്ടാമതായിട്ട് കാണുമ്പോൾ ഷേം, ഹാം, ഹല്ലേലൂയ, യാഫെത്ത് എന്നിവരുടെ അമ്മയായി നോഹയുടെ ഭാര്യ നല്ല മാതൃകയുള്ളവളായിരുന്നു. നോഹയുടെ ഭാര്യ നല്ല മാതൃകയുള്ള സ്ത്രീ. ഷേം, ഹല്ലേലൂയ, ഹാം യാഫെത്തിന്റെ സ്തോത്രം മാതാവായി. മൂന്നാമതായി പറയുമ്പോൾ അവളുടെ മരുമക്കളോട് നല്ല ഐക്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവളുടെ മരുമക്കളോട് നല്ല ഐക്യമുണ്ടായിരുന്നു. അന്നു തന്നെ നോഹയുടെ പുത്രന്മാരായ ഷേമും, ഹാം, യാഫെത്തും, നോഹയും ഭാര്യയും തന്റെ പുത്രന്മാരും 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അപ്പൊ നോഹയുടെ മക്കൾ 3 പേര്.
അവർക്ക് 3 മരുമക്കള്. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ യാതൊരു ഇടച്ചിലുമില്ലാതെ, കലച്ചിലുമില്ലാതെ, വെല്ലുവിളികളില്ലാതെ, ഇടർച്ചകളില്ലാതെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച നോഹയുടെ ഭാര്യ മരുമക്കളെ. വീട്ടിനകത്ത് തലപ്പില്ലായിരുന്നു, വീട്ടിനകത്ത് പ്രശ്നമില്ലായിരുന്നു, വീട്ടിനകത്ത് കണ്ണുതിരില്ലായിരുന്നു, സ്ത്രീധനത്തെ ചൊല്ലി വഴക്കില്ലായിരുന്നു, സ്വർണത്തെക്കുറിച്ച് പണ്ടത്തെക്കുറിച്ച് സ്വർണമില്ലായിരുന്നു. നീ എന്ത് കൊണ്ടുവന്നു, നീ എന്താണ് ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിന്റെ മകനെ, അതുകൊണ്ട് എന്റെ മകൻ എന്ത് കൊണ്ടുവന്നു, നീ എന്താണ് കൊണ്ടുവന്നു, നിന്റെ കുടുംബം അങ്ങനെയാ, നിന്റെ കുടുംബം ഇങ്ങനെ, എന്റെ മക്കളൊക്കെ വലിയ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞ് കുടുംബത്തിനകത്ത് ചിന്ന ഭിന്നമായ അനുഭവങ്ങൾ കൊണ്ടുവരാതെ ഇന്നത്തെ അമ്മായിമ്മയും മരുമകളൊക്കെ കാണിക്കുന്ന പോലെ നോഹയുടെ കുടുംബത്തിൽ അതില്ലായിരുന്നു കേട്ടോ. യാഫെത്ത് എന്ന 3 മക്കളുടെ ഭാര്യമാരെ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ച നോഹയുടെ ഭാര്യ. നല്ല മാതൃകയുള്ള ഒരു നല്ല മാതാവ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിനക്ക് നിന്റെ മരുമോളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന മരുമക്കളോട് നിന്റെ അമ്മായിയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പരസ്പരം വിദ്വേഷങ്ങളില്ലാതെ തന്നതും തിന്നതും കുടിച്ചതും പോയതും വന്നതും ഒക്കെ പറഞ്ഞ് കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കാതെ നോഹത്തിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് പെട്ടകം തീർത്തപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ഇറച്ചു വരുന്നത് എല്ലാം നീ നീക്കിക്കളഞ്ഞ് സ്തോത്രം വരാൻ പോകുന്ന ന്യായവിധി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നീ ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പെട്ടകത്തിന്റെ പണി തീർന്നു. ദൈവം പറഞ്ഞു നോഹയുടെ ഭാര്യയും നോഹയുടെ 3 മക്കളും മരുമക്കളും പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ അള്ളപ്പാടാണ്. പക്ഷേ നോഹയെ നോക്കി നിന്ന് നോഹയെ കളിയാക്കി വരും, നോഹയെ പരിഹസിച്ചു വരും, നോഹ പെട്ടകം പണി നടത്തുമ്പോൾ നോഹയെ അതിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചവരെല്ലാം ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ മുങ്ങിത്താണു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, അതേ വരാൻ പോകുന്ന വലിയ ന്യായവിധി, ലോകം മുഴുവൻ യുദ്ധങ്ങൾ, യുദ്ധസുഹൃത്തുക്കൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മലയിടിച്ച് ഇരുൾപൊട്ടലുകൾ, നാശനഷ്ടം, കൊടുങ്കാറ്റ്, വേമാരി, അഗ്നിപർവ്വതം പൊട്ടുന്നു. അതെന്ത് വേണ്ട സകല വ്യാധികളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം തായ്ലൻഡിലൊക്കെ ഉണ്ടായ വലിയ ഭൂകമ്പത്തിൽ ബഹുദിന കെട്ടിടങ്ങൾക്ക് നിലം പൊത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് ദൈവത്തിന്റെ ന്യായവിധി വരും മുമ്പേ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ നിന്റെ കുടുംബം ആത്മരക്ഷ പ്രാപിക്കണം, യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. രക്തം ചെയ്യാം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവർ പറട്ടെ, ഞാൻ നിങ്ങളെ ഗൾഫിന് കൊണ്ടുപോകാമെന്നോ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നോ അവിടെ വീട് തരാമെന്നോ സൗദങ്ങൾ പണിയുമെന്നോ നിങ്ങൾ മുകളിൽ കൂടെ പറക്കുന്നത് കാണുന്നെന്നോ നിങ്ങൾക്ക് നന്മ കിട്ടുന്നത് കാണുന്നതൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണമെന്നാ, നിത്യജീവൻ പ്രാപിക്കണമെന്നാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുമ്പോൾ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സകലതും ദൈവം തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഭൂമി വേണ്ടതെല്ലാം ദൈവം തരും കേട്ടോ. ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ക്രിസ്തുവായ പെട്ടകത്തിൽ തനിച്ചല്ല, നിങ്ങളുടെ എല്ലാ കുടുംബത്തെയോടും കൂടെ നിങ്ങൾ പ്രവേശിക്കണം. നോഹയും നോഹയുടെ ഭാര്യയും മക്കളും 3 പേരും മരുമക്കളും, അങ്ങനെ അവർ 8 പേര് ഒന്നിച്ച് ആ കുടുംബത്തിലേക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരും, ഭാര്യ, ഭർത്താവ്, അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും അടങ്ങുന്ന നിങ്ങളെല്ലാം ഒന്നിച്ച് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പെട്ടകത്തിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ എല്ലാം നാമങ്ങൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെടാൻ വേണ്ടി, സ്വർഗരാജ്യത്തിൽ കാണപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളെല്ലാം ദൈവരാജ്യത്തെ കാണാൻ വേണ്ടി നോഹയെ പോലെ നിങ്ങൾ ഒന്നിച്ചെന്ന് പ്രവർത്തിക്കണം. അങ്ങനെ നിന്ന് പ്രവർത്തിച്ച ചില കുടുംബങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അപ്പോസ്തലരുടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തലരുടെ പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ ഹല്ലേലൂയ തൊയ്തര പട്ടണക്കാരിയും രക്താംബരം നിൽക്കുന്നവളുമായ ലൂദ്യ എന്ന് പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും അവളുടെ കുടുംബം സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് പൗലോസ് പറയുക.
അത് നീതിപ്രസംഗിയായ നോഹയുടെ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ ആളില്ലായിരുന്നു. എന്നാൽ പൗലോസിന്റെ കാലഘട്ടം വന്നപ്പോൾ പൗലോസ് അല്ലെങ്കിൽ പുഴയോരത്ത് ദൈവത്തിന് വചനം പ്രസംഗിച്ചപ്പോൾ ആ വചനം കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ത്വരിതരക്കാരിയും രക്താംബരം വിൽക്കുന്നവരുമായ ആ ലൂദിയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. സ്തോത്രം. പൗലോസ് പ്രസംഗിച്ച ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. മാത്രമല്ല അവൾ കുടുംബമായി രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. നോഹയുടെ കുടുംബം രക്ഷ പ്രാപിച്ചൊരു കുടുംബമായി രക്ഷ പ്രാപിച്ചതുവരെ അവർ കുടുംബമായി രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. അതെ, ലൂദിയയുടെ കുടുംബത്തിന് ലഭിച്ച രക്ഷ. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ലൂദിയയുടെ ഹൃദയം തുറന്നതുപോലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തുറക്കുമ്പോൾ, ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, വചനത്തിന്റെ മർമ്മങ്ങൾ, വചനത്തിന്റെ സത്യങ്ങൾ നിന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറി വരുമ്പോൾ, ഇനി നീ അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, ഭയപ്പെട്ടു നിൽക്കാതെ നീ ദൈവത്തിലേക്ക് ഓടി വന്നതിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നെങ്കിൽ ലൂദിയുടെ മക്കളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർന്നതുപോലെ നിന്റെ കുടുംബത്തിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കും. സ്വർഗരാജ്യത്ത് നിനക്ക് അവകാശം ഉണ്ടാകും. കണ്ടോ, ലൂദിയയുടെ മാനസാന്തരം കണ്ടോ? അത് ഈ കാലഘട്ടത്തിൽ മാനസാന്തരമാണ് ആവശ്യം. അവൾ ഒറ്റയ്ക്കല്ല രക്ഷയിലേക്കും, അവളുടെ കുടുംബം മുഴുവൻ സ്നാനമേറ്റും. നോഹയുടെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചതുപോലെ ഇവിടെ ലൂദിയയുടെ കുടുംബം രക്ഷ പ്രാപിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന മാത്രയിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് അധികം സമയം ഇനി ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. അധികം നാളുകളിൽ നിന്റെ മരണം നിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിന്റെ മരണ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നിന്റെ ജീവൻ പോകുന്നത്, എപ്പോഴാണ് നിന്റെ ശ്വാസം നിലയ്ക്കുന്നതെന്ന് നിനക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ലഭിച്ച സമയം കേൾക്കപ്പെടുന്ന സുവിശേഷത്തിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്ത് നിന്റെ കുടുംബത്തെ സമർപ്പിച്ച് നീ നിന്റെ കുടുംബവും ഈ ആത്മരക്ഷ പ്രാപിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിത്യതയിൽ നിങ്ങളുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ലൂദിയെ പോലെ വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേര് ദൈവരാജ്യത്തിൽ കാണണം. അടുത്തതായി നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൗലോസും ശീലാസും സ്തോത്രം സുവിശേഷം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിൽ വന്ന മാനസാന്തരത്തെ കുറിച്ച് കാണാൻ കഴിയും. ഇടയ്ക്കൊരു വെളിച്ചപ്പാടത്തി അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്നുണ്ട്. വെളിച്ചപ്പാടത്തി അവളെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥന സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞുകൊണ്ട് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാര്യത്തിൽ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളെയോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ അവൾ പലനാൾ ചെയ്തു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നാഴിയിൽ തന്നെ അതവളെ വിട്ടുമാറി. ഇവിടെ വെളിച്ചപ്പാടത്തിൽ സ്ത്രീ സുവിശേഷം കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു? അവളുടെ മേലുണ്ടായ ദുരാത്മാവ് വിട്ടുമാറി. പക്ഷെ അവൾ സംസാരിക്കുന്നത് കേട്ടാൽ ഒരു ദൈവഭക്ത സംസാരിക്കുന്നത് പോലെ ആണെങ്കിലും പൗലോസിന് മനസ്സിലായി അവളുടെ ജീവിതത്തിൽ ഒരു ദുരാത്മാവുണ്ട്. വെളിച്ചപ്പാടത്തിന്റെ ആത്മാവ്. പൗലോസ് ആ വെളിച്ചപ്പാടത്തെ ദുരാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അതവളെ വിട്ടുമാറി അവൾ കുടുംബമായി രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ വെളിച്ചപ്പാടത്തിയുടെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർന്ന് ദൈവരാജ്യത്തിൽ അവളും പന്തിയിലുണ്ടായിരിക്കും. നിങ്ങൾ കാണുമോ സ്വാഭാവി? നിങ്ങൾ കാണുമോ? സ്വർഗരാജ്യത്തിൽ കാണുമോ? നിങ്ങൾ ദൈവരാജ്യത്തിൽ കാണുമോ? ഹല്ലേലൂയ. വേദപുസ്തകം എന്താണ് ഇത്രമാത്രം തെളിവ് തരുന്നത്? ഇവിടെ പൗലോസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചെന്തിന്? വെളിച്ചപ്പാടത്തിൽ മുഖാന്തരം കിട്ടിക്കൊള്ളുന്ന ലാഭം യജമാനന്മാർക്ക് നഷ്ടമായി കഴിഞ്ഞപ്പോൾ പൗലോസിനെ ശീലാസിനെ വിളിച്ച് കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും കൈകാൽ ലാഭത്തിലിട്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും നീതി പ്രസംഗിയായ നോഹയെ പോലെ പൗലോസും ശീലാസും അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അത്തരങ്ങൾ അടക്കി വെച്ചില്ല, അത്തരങ്ങൾ അടങ്ങിയിരുന്നില്ല. ദൈവം കൊടുത്ത രക്ഷയുടെ, ദൈവം കൊടുത്ത സന്തോഷത്തിന്, ദൈവം കൊടുത്ത മഹത്വത്തിന്റെ, തങ്ങളുടെ വിശ്വാസത്തെ തീവ്രതയുടെ അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹം ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു പൗലോസ്.
അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരാഗ്രഹമണി ഓർത്തു, കാരാഗ്രഹമെല്ലാം തുറന്നു കിടക്കുന്ന പാമ്പി പടയാളികൾ ചങ്ങാമ്പി തടവുള്ളിൽ ഓടിപ്പോയി. നേരം വെളുത്ത് വിവരം പറഞ്ഞ കാരാഗ്രഹപ്രാണിയുടെ ജീവൻ കാണത്തില്ല. അതുകൊണ്ട് തന്നെത്താൻ വാളുവരി കൊല്ലാനൊരുങ്ങും പൗലോസ് പറഞ്ഞു, നീ ഒന്നും ചെയ്യരുത്, നിനക്കൊരു ദോഷം ചെയ്യും, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകും. തുടർന്ന് നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിനോട് ശീലാസിനെയും മുമ്പിൽ വീണു. കാരാഗ്രഹമാണ് ഇപ്പോൾ വെളിച്ചം ചോദിച്ചുകൊണ്ട് എവിടെ വന്ന് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ, തടവുള്ളികളായിരിക്കുന്ന പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വന്നിട്ട് മുമ്പിൽ വന്ന് വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. മുമ്പ് ഈ പൗലോസും ശീലാസും കാരാഗ്രഹമാണ് യജമാനെ എന്നാ വിളിച്ചേ. ഇപ്പം കാരാഗ്രഹത്തിനൊരു അത്ഭുതം നടന്നു കഴിയുമ്പോൾ ഈ കാരാഗ്രഹ പ്രമാണി വന്ന് തടവുള്ളികളായിരിക്കുന്ന പൗലോസിന്റെ ശീലാസിനോട് ചോദിക്കുക, യജമാനന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പൗലോസിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ വചനം ലോകത്തിലുള്ള സകല ജനത്തോടും പറയുകയാണ്. ഈ വചനം കേൾക്കുന്ന സകല കുടുംബത്തോടും സകല വ്യക്തിയോടും പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ, അതെ, രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്നവൻ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. പൗലോസും ശീലാസും എന്ത് ചെയ്തു? എന്ത് ചെയ്തു? കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലുള്ള എല്ലാവരോടും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രിയിൽ ആ നാടിയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർ ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം സന്തോഷിച്ചു. കണ്ടോ, കാരാഗ്രഹ പ്രാണി ദൈവത്തെ വിശ്വസിച്ചതിൽ എന്ത് ചെയ്തു? വീടടക്കം സന്തോഷിച്ചു. കണ്ടോ, അല്ലെങ്കിൽ നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും മരുമക്കളും ഒന്നിച്ച് കുടുംബം 8 പേര് വിശ്വാസത്തിന്റെ തീവ്രതയിൽ ഉറച്ചു നിന്ന് പെട്ടകത്തിന്റെ പണി വിറുവിറുപ്പ് കൂടാതെ ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ കൈകൾ കൊണ്ട പണി പൂർത്തീകരിച്ച് ഹല്ലേലൂയ, നോഹയിൽ മാതൃകയായതുപോലെ ലൂത്തിയുടെ കുടുംബവും വെളിച്ചപ്പാടത്തെ അവരുടെ കുടുംബവും കാരാഗ്രഹ പ്രമാണി അവരുടെ കുടുംബം എന്ത് ചെയ്തു? കർത്താവായ യേശുവിന് വീട് ഏൽപ്പിച്ചു കൊടുത്തതെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല വരേണ്ടത്, നിങ്ങളുടെ വീടടക്കം നിങ്ങൾ കർത്താവായ യേശുവിനോട് ആത്മരക്ഷ പ്രാപിക്കണമെന്നാണ് ഈ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. വീടടക്കം കാരാഗ്രഹ പ്രമാണിയുടെ വീടടക്കം അവർ സന്തോഷിച്ചു എന്നാണ്, ആനന്ദിച്ചു എന്നാണ്. എന്താണ് ഇവിടെ കാണുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലന്മാരുടെ മുറിവുകളെ കഴുകിയതിനെ കുറിച്ച് ക്രിസ്തോസ്റ്റം പറയുന്നത്, ക്രിസ്തോസ്റ്റം എന്ന സഭാപിതാവ് പറയുന്നത് പ്രകാരമാണ്. അവൻ അവരുടെ മുറിവുകളെ കഴുകി സ്വയം കഴുകപ്പെടുകയുമായിരുന്നു. അല്ലെങ്കിൽ കാരാഗ്രഹമാണ് പൗലോസിന്റെ ശീലാസിന്റെ മുറിവുകൾ കഴുകപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവ സ്വയമായി കഴുകപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ വന്ന കാരാഗ്രഹ പ്രമാണിയായിരുന്നപ്പോൾ അവൻ മറ്റുള്ളവർ ചെയ്ത നീചമായ ക്രൂരമായ വാക്കുകളും ഇടപാടുകളും ഉപദ്രവങ്ങളും ഒക്കെ കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്നു. പൗലോസും ശീലാസും പ്രസംഗിച്ച വചനം കേട്ടപ്പോൾ അവന് മാനസാന്തരം വന്നു. അവന്റെ ഹൃദയത്തിൽ പാപബോധമുണ്ടായി. ഹല്ലേലൂയ, പാപബോധം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പൗലോസിന്റെ ശീലാസിന്റെ മുറിവുകൾ കഴുകുന്നതോടൊപ്പം തന്നെ അവന്റെ ഹൃദയത്തെ അവൻ കഴുകി വെടിപ്പാക്കി. ഹല്ലേലൂയ. അത് ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയം കഴുകി വെടിപ്പാക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് അശുദ്ധമായ ചിന്തകളെ, അശുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങളെ, അശുദ്ധമായ എല്ലാ രീതികളും നിന്റെ ഹൃദയത്തിൽ നീ പുറത്തു കളയണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരു വനം പോലെ ആകരുത്. നമ്മുടെ ഹൃദയം ഒരു വനം പോലെ ആകരുത്. വനം എന്നൊക്കെ പറയുന്നത് വനത്തിനകത്ത് പൊട്ടയാണേലി തൊട്ട് മനുഷ്യനെ വിഴുങ്ങുന്ന പെരുമ്പാമ്പ് വരെയുണ്ട്. എല്ലാ കാട്ടുമൃഗങ്ങളും അടങ്ങിയത് വനം. നമ്മുടെ ഹൃദയത്തിനകത്ത് സകലത്തും കയറരുത്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറണം. സൗരഭ്യം പരത്തുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തുളുപ്പുന്ന, ഹൃദയത്തിൽ സന്തോഷം തുള്ള, ഹൃദയത്തിൽ നിന്ന് യേശുവിനെ പാടി സ്തുതിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് സുവിശേഷം പറയുന്ന നീതിപ്രസംഗിയായ നോഹയെ പോലെ ആത്തരം അടക്കി വെക്കാതെ
വെക്കാതെ, പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ആദരം മടക്കി വെക്കാതെ, നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ വചനം, രക്ഷയുടെ സന്ദേശം നീ നിന്റെ കുടുംബം ലോകത്തോട് വിളിച്ചു പറയണം. നിന്റെ കുടുംബത്തെയും ദൈവം രക്ഷയിലേക്ക് നയിക്കുമ്പോൾ ഈ വചനം നിന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് വരെ നീ ചെയ്തു പോന്നിരിക്കുന്ന സകല പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ യേശു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടും മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ തനിച്ചലും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും പ്രവേശിക്കണം. നിങ്ങളുടെ കുടുംബക്കാരുടെ എല്ലാം നാമങ്ങൾ ജീവപുസ്തകത്തിൽ എഴുതണം. എല്ലാവരും സ്വർഗരാജ്യത്തിൽ കാണപ്പെടണം. ദാവീദിനെ പോലെ ജീവനുള്ള നാളെല്ലാം നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന ദാവീദ് പറഞ്ഞതുപോലെ സങ്കീർത്തനം 23:6 ദാവീദ് എന്താ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന ദാവീദ് പറഞ്ഞ പോലെ നന്മയും കരുണന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരാൻ നിനക്ക് തന്ന് നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുക. നിന്റെ കഷ്ടത മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ ദുഃഖം മാറ്റുവാൻ, നിന്റെ വ്യാമതി മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ, ശാപം മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന് രക്ഷ തരുവാൻ, നിന്റെ വീടടക്കം നിന്റെ കുടുംബം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിന്റെ കുടുംബത്തെ ഇന്ന് പകൽ ക്ഷണിക്കുക. ആ 2 മുറിവേറ്റ കരങ്ങൾ, യേശു കർത്താവിന്റെ മുറിവേറ്റ കരങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ നിനക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവ് വരിക എന്ന് ആ കരങ്ങളിലേക്ക് നേൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ നേൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിനക്ക് സമാധാനമില്ലാത്ത അനുഭവമല്ലേ? കുടുംബത്തിൽ കടന്നീരല്ലേ? വേദനയല്ലേ? സന്തോഷം ജീവിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനമുണ്ടോ? കടമല്ലേ? കടക്കെടിയല്ലേ? ജീവിതം ഇന്നും ബന്ധനത്തിലല്ലേ? ശാപം കൊണ്ട് നിറയപ്പെട്ടതല്ലേ സഹോദര? എന്നെ കേൾക്കുന്ന സ്വഭാവേ, അത് ദൈവം നിന്നെ പുറത്തെടുപ്പാൻ ആഗ്രഹിക്കുന്നു. ലുദിയാട് കുടുംബത്തെ ദൈവം പുറത്തെടുത്ത പോലെ, വെളിച്ചപ്പാടത്തെ കുടുംബത്തെ ദൈവം പുറത്തെടുത്ത പോലെ, കാരാഗ്രഹ പ്രമാണിക ദൈവം കുടുംബത്തെ ദൈവം പുറത്തെടുത്തതുപോലെ ദൈവം നിന്റെ കുടുംബത്തെയും വെളിയിലേക്ക് കൊണ്ടുവരുവാൻ, ബന്ധനത്തിൽ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ കണ്ണുനീരുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നോഹ നീതിമാന് തന്റെ തലമുറയിൽ നിഷ്കളങ്കരമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ ലഭിച്ചു, അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം 6:8-9 വാക്യങ്ങളൊക്കെ വായിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവത്തിന്റെ കൃപ നിന്നെ വിളിക്കുക. നോഹയെ ദൈവത്തിന്റെ കൃപ നിറച്ചതുപോലെ നിന്റെ ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതേ ഭാരപ്പെട്ട് മനകലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും നോഹയുടെ കുടുംബം പെട്ടകത്തും രക്ഷ ഭാവിച്ചതുപോലെ ഞാനും എൻ്റെ കുടുംബം അങ്ങയിലൂടെ രക്ഷ ഭാവിപ്പാൻ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച നിത്യജീവനെ പ്രാപിച്ച സ്വർഗരാജ്യത്തിൽ അങ്ങനെ മകളായി തീരുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടങ്ങളെ മാറ്റണമേ, വേദനകളെ മാറ്റണം, ദുഃഖങ്ങളെ മാറ്റണം, ശാപങ്ങളെ മാറ്റണമെന്ന് ഇന്ന് ദൈവത്തോട് നീ പറഞ്ഞ് ഹൃദയം കർത്താവിനെ വിട്ടുകൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിന്റെ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യവസ്ഥാന തൊഴിലാളികൾ, ഞങ്ങളുടെ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെ 7 കേന്ദ്രദർശനങ്ങളായി 143 കോടിയിലധികം ജനം, 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം തലമുറ എണ്ണത്തിൽപ്പെടാത്ത വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് കരസേന, വ്യോമസേന, അതിർത്തികൾക്കുന്ന BSCR, ക്രമസമാധാന, പാലി, നിയമ നിർമ്മാണ രംഗത്തിൽ രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ സെക്ഷനുകളെ, എക്സൈസ് ഫോറസ്റ്റ് ഫയർ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ വിഭാഗങ്ങളെ, സകലമയിലെ പുതുമായ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലെ, ബാങ്ക് മേഖലയിലെ സകല ജനത്തെയും മല്ലൊരിയ കടലോരവാസ തീരദേശം, മത്സ്യ ആഴക്കടൽ കടന്നുപോയിരിക്കുന്നവർ, കനികൾ, കമ്പനി ഫാക്ടറി ചോദിക്കുന്നവർ, കർഷക മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സി സർവീസിന് കരിയിലും കടലും ആകാശമാർഗം വാഹനോട് സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവി പാടത്തും പറമ്പിൽ കോടിയിൽ കല്ലൂട് മണ്ണോട് പാമി കരണി ധരിയോട് മല്ലടിക്കുന്ന ചോര നീരാക്കി കർത്താവ് അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെടുകയും കർത്താവ് വലിച്ചെറുമായ വ്യാപാരി, വ്യവസായം, വഴിയോര കച്ചവടക്കാരെ, കാർഷിക ക്ഷീരമേഖലയായിരിക്കുന്ന എല്ലാ മേഖലയായിരിക്കും ജനത്തെ, സാംസ്കാരിക മാധ്യമ, മീഡിയ, സയൻസ്, എഞ്ചിനീയർമാർ, കർത്താവ് നല്ല ഫലപ്രദേശ പാർട്ടികൾക്ക് മനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്കുമരുന്ന് ശേഖരിക്കും, അതിന് വഴിപ്പെട്ട് ജനിക്ക് വ്യഭിചാര, പരസ്യം, അശുദ്ധി, അഴിമതി, കരിഞ്ചന്തയിൽ, പൂഴ്ത്തി, കൈക്കൂടിയിൽ വീണ് കിടക്കുന്ന സാത്താന്റെ കടിയിൽ, സാത്താന്റെ പഠിപ്പയിലായിരിക്കുന്ന
ജീവിക്കുന്ന ലക്ഷവും ലക്ഷം കോടാനുകൂടി ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതങ്ങൾ, അവൻ കുടുംബ കോടതി ലക്ഷക്കണക്കിന് കേസ് കെട്ടിക്കിടക്കുമ്പോൾ അനവധി കുടുംബങ്ങൾ തകർന്ന് ഭാര്യയെ വഞ്ചിച്ച് മക്കൾ അപ്പനും മക്കളെ വഞ്ചിച്ച് കൊലപാതകം രക്തച്ചൊരിച്ചിൽ കുടുംബങ്ങളിൽ ദേശത്ത് മരങ്ങേറുമ്പോൾ, മദ്യപാനികളും വെഴുക്കൂത്തുകാരും പെരുകുമ്പോൾ, മദ്യലോപികൾ മയക്കുമരുന്ന് പെരുകി തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കർത്താവ് ജനവധക്ക് വിടുവിക്കട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യത്തെ ചുട്ടുവാൻ, ജനത്തെ തകർക്കുവാൻ, ക്രൈസ്തവ വിദ്വേഷം അഴിച്ചുവിട്ട് ക്രൈസ്തവ സമൂഹം ഇല്ലായ്മയെ ശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ നടുവിൽ നിന്നും ജനം വിടുവിക്കപ്പെട്ട് വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് നോക്കയെ പോലെ ലുതിയെ പോലെ കർത്താവ് വെളിച്ചപ്പാടത്തെ പോലെ ഹല്ലേലൂയ കാരാഗ്രഹനെ പോലെ ആത്മരക്ഷ പ്രാപിച്ച് തങ്ങളുടെ ജീവന്റെ കർത്താവ് കുടുംബത്തിന്റെ രക്ഷയ്ക്കുമായി ലോകപ്പെട്ടൊക്കെ തീർത്തതുപോലെ ജനം കുടുംബമായി ദൈവത്തെങ്കിലും കടന്നിരുവാൻ പ്രാർത്ഥികർത്താവിന്റെ കർത്താവ് ശൈശവത്തിൽ ബാല്യ കൗമാരി യുവരത്തിൽ വാർത്തയ്ക്ക് നിവൃത്തരും അശക യാച ഓർഫന ചോള തടവറയിലായിരിക്കുന്ന കർത്താവ് LKG UKG പ്രൈമറി UP ഹൈസ്കൂൾ കോളേജ് വിദഗ്ധ ക്യാമ്പസ് കലാലയങ്ങളിൽ തകർന്നുകൊണ്ട് തലമുറയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ശുദ്ധിജനം മടങ്ങി വരട്ടെ. മാനസാന്തരപ്പെട്ട് വിദേശ രാജ്യങ്ങൾ കഷ്ടസ്ഥിതി നൊമ്പരപ്പെടുന്ന വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ജയിലിൽ കിടക്കുന്നവരെല്ലാം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മാനസാന്തരം കൊടുക്കണമേ. ഇതുപോലെ സകല ജനത്തെ ദൈവം അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്.